കത്തിക്കയറിയ 40 ദിവസത്തെ പ്രചരണ ആവേശങ്ങൾക്ക് ശേഷം സംസ്ഥാനം ഇന്ന് നിശബ്ദ പ്രചരണത്തിലാണ്. പരസ്യ പ്രചരണങ്ങളിൽ മുന്നണികൾ തമ്മിൽ മത്സരം തന്നെയായിരുന്നു. ഒപ്പത്തിനൊപ്പം വിട്ടുകൊടുക്കാതെ അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് നേടുക എന്ന ലക്ഷ്യത്തിലാണ് മുന്നണികളുള്ളത്. അടവുകളുടെയും തന്ത്രങ്ങളുടെയും കാലുമാറ്റങ്ങൾ തടയാനുമുള്ള അവസാന അവസരമാണ് നിശബ്ദ പ്രചരണത്തിന്റെ ഈ നിമിഷങ്ങൾ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിലെ ചാമ്പ്യന്മാർ ആരെന്ന തർക്കം മുതൽ കേരളത്തിന്റെ വികസന പ്രശ്നവും കേന്ദ്ര അവഗണനയും പ്രചാരണത്തിൽ കത്തിക്കയറിയിരുന്നു. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവും പാനൂർ ബോംബ് സ്ഫോടനവും വ്യക്തിഹത്യകളും സൈബർ ആക്രമണവും മോദിയുടെ വിവാദ പ്രസംഗവും തൃശൂർ പൂരം അലങ്കോലമാക്കിയ പോലീസ് വിളയാട്ടവും തുടങ്ങി ഒന്നിനു പിന്നാലെ മറ്റൊന്നായി വിവാദങ്ങൾ കത്തിക്കയറിയ പ്രചരണങ്ങൾക്ക് ശേഷം ഇന്ന് സമാധാനത്തിലൂടെ നിശബ്ദ പ്രചരണം നടക്കുകയാണ്. കുതന്ത്രങ്ങളുടെ നിശബ്ദ സമയം. 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടമാണ് നടക്കുക എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയപ്പോൾ തന്നെ അക്കാര്യം വ്യക്തമായിരുന്നു. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളും 25,231 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ 2.77 കോടി വോട്ടർമാരുമാണുള്ളത്. തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതലാണ് ആരംഭിക്കുക. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് കേരളം വിധിയെഴുതുക. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സുരക്ഷയൊരുക്കാൻ 66,303 പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് 62 കമ്പനി കേന്ദ്രസേനയെയും നിയോഗിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇന്നുകൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാനാകും. 3 മുന്നണികൾക്കും അഭിമാന പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും പ്രവചനാതീതമാണ് സാഹചര്യം. കഴിഞ്ഞ തവണ നടത്തിയ മുന്നേറ്റത്തിന്റെ അതേ ആവർത്തനമാണ് UDF ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മിന്നി നിന്ന ഒരു ചുവപ്പ് എന്നതിൽ നിന്ന് 20 മണ്ഡലവും ചുവപ്പിക്കണമെന്നതാണ് ഇടതുമുന്നണിയുടെ സ്വപ്നം. കേരളം മാത്രം ബാലികേറാമലയായി തോന്നുന്ന BJPക്ക് അതൊന്ന് മാറ്റിക്കുറിക്കണമെന്നതിന്റെ വീറും വാശിയുമായിരുന്നു പ്രചരണത്തിലുണ്ടായിരുന്നത്. എല്ലാം കൊണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വൻ ആവേശത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സുഗമമായ വോട്ടെടുപ്പിന് വേണ്ടി വൻ സുരക്ഷയാണ് സംസ്ഥാനത്ത് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്ര സേനയെ അടക്കം എത്തിച്ചിട്ടുണ്ട്. കലാശക്കൊട്ടിനിടയിലുണ്ടായ സംഘർഷം കൂടി പരിഗണിച്ചാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ അതും രാഷ്ട്രീയ തന്ത്രമെന്ന് പറയപ്പെടുന്നുമുണ്ട്. 1,00,000-ഓളം പോലീസുകാരെയാണ് തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. 4,500-ലധികം ഉന്നത ഉദ്യോഗസ്ഥരാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക. ഓരോ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും 2 വീതം പട്രോളിംഗ് ടീമുകൾ ഉണ്ടായിരിക്കും. തിരഞ്ഞെടുപ്പ് ദിവസം, അതായത് നാളെ, ദ്രുതകർമ്മസേനാ സംഘവും പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. കേന്ദ്രസേനയ്ക്കാണ് മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലെ ചുമതല നൽകിയിട്ടുള്ളത്. പ്രശ്നബാധിതം എന്ന് കണ്ടെത്തിയിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിലും കേന്ദ്രസേനയെയും വിന്യസിക്കും. സംസ്ഥാനത്തെ 20-ൽ 15 സീറ്റിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കുമെന്നതാണ് അവസാന ചിത്രം. എറണാകുളം, ഇടുക്കി, വയനാട്, മലപ്പുറം, പൊന്നാനി എന്നിവ ഒഴികെയുള്ള 15 മണ്ഡലങ്ങളിലായിരിക്കും കടുത്ത പോരാട്ടം നടക്കുക. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ എന്നിവയ്ക്ക് പുറമെ ആലപ്പുഴ, പത്തനംതിട്ട മണ്ഡലങ്ങളിലും ത്രികോണ മത്സരങ്ങളാണ് നടക്കുക. ജനങ്ങൾ ആരെ സ്വീകരിക്കുമെന്നതിൽ ഊഹങ്ങൾ പോലുമില്ലാത്ത കടുപ്പമേറിയ മത്സരം. പ്രചരണത്തിന്റെയും വോട്ടിംഗിന്റെയും കൊട്ടിക്കലാശങ്ങൾക്ക് ശേഷം സംശയങ്ങൾക്കും ആകാംക്ഷയ്ക്കും ഉത്തരമറിയാൻ ജൂൺ 4 വരെ ഇനിയും കാത്തിരിക്കണം.